ഈ നെക്ക് പെയിൻ എന്ന് അതിപ്പോൾ എനിക്ക് തോന്നുന്നു സർവ്വസാധാരണമാണ്. കാരണം ഫുൾ ടൈം നമ്മൾ മൊബൈൽ ഇങ്ങനെയാണല്ലോ ഇപ്പോൾ എല്ലാവരും ഇരിക്കുന്നത് എവിടെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് അത് എനിക്ക് തോന്നുന്നു ഇഷ്ടംപോലെ ഇപ്പം പല അലോപ്പതിയിൽ പോയിട്ടും മാറാത്ത ഒരുപാട് എനിക്ക് എൻ്റെ 1-2 സുഹൃത്തുക്കൾ തന്നെ സ്ഥിരമായിട്ടിത് പറയുന്നുണ്ട്. എത്രയോ ട്രീറ്റ്മെൻറ്റ് എടുത്തു, പക്ഷേ ഒരു തരത്തിലും മാറുന്നില്ല എന്നുള്ളത്. നമ്മൾക്ക് ആയുർവേദത്തിൽ അതിനൊരു ശാശ്വത പരിഹാരമുണ്ടോ? ഹെയർ ട്രീറ്റ് എന്തെങ്കിലും തരത്തിൽ സ്പെഷ്യലായിട്ട് ഇത്തരം പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് നൽകാൻ പറ്റും? നമുക്ക് നെക്കിൻ്റെ കൺസെപ്റ്റ് ചെയ്യുവാണെങ്കിൽ സിമ്പിൾ മസിൽ സ്പാസം മുതൽ നെർവ് കംപ്രഷൻ, അതായത് ഡിസ്ക് ബൾജോ ഡീജനറേറ്റീവോ ആയിട്ടുള്ള ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്ന നെർവ് കംപ്രഷൻ വരെ കൺസിഡർ ചെയ്യാം. വേറെ ഒരുപാട് റീസൺസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ചിലപ്പം അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത റീസൺസ് വരെ വരാറുണ്ട്. പക്ഷേ ഇത് കൺസിഡർ ചെയ്യുമ്പം നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള അഭ്യംഗം മുതൽ ഒരുപാട് തെറാപ്പികളുണ്ട്. അത് അവരുടെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യും. അതിൽ അഭ്യംഗമാകാം, ഇലക്കിഴികളാകാം, പൊടിക്കിഴികളാകാം, പിരിച്ചിൽ, ധാന്യാമ്ലക്കിഴികൾ, ഞവരക്കിഴി, ഇങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾക്ക് അറിയേണ്ടത് അതിൻ്റെ കണ്ടീഷൻ എന്താണ്. അതിൽ ഒരെണ്ണമാണ് ഞാൻ പറഞ്ഞ മസിൽ സ്പാസം. ഇപ്പോൾ ഈ പറയുന്ന പോലെ മൊബൈൽ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഡെസ്ക് ജോബ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ കഴുത്ത് സ്ട്രെയിറ്റ് ആവുന്നുണ്ട്. കഴുത്തിൻ്റെ ഒരു നോർമൽ ഷേപ്പ് എന്ന് പറയുന്നത് ബാക്ക് സൈഡിലോട്ട് സി ഷേപ്പാണ്, അതായത് ബാക്കിലോട്ട്. ആ സി ആണ് നമ്മൾ മുന്നോട്ടുള്ള മൂവ്മെൻറ്റുകൾ കൊണ്ട് മാത്രം അതിന് പ്രഷർ കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അത് സ്ട്രെയിറ്റ് ആവുകയും പിന്നെ അത് ഓപ്പോസിറ്റ് കർവേച്ചർ വരെയും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലോട് അറ്റാച്ച് ചെയ്തേക്കുന്ന മസിൽസ് ഓവർ സ്ട്രെയിൻ ആവുകയും അതിൽ സ്പാസം വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നാൽ പോസ്ചർ കറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പറയുന്നത് പോലെ അവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടോ തെറാപ്പികൾ ചെയ്യും. അപ്പോഴും വരുന്നതെന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ റിലീഫാണ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് വേണ്ട എന്തോ ലോങ് ടേം റിലീഫാണ്. അപ്പോൾ നമ്മൾ ട്രാക്ഷൻ പോലുള്ള തെറാപ്പികൾ ചെയ്ത് ഒരു പരിധി വരെ കറക്ഷൻ ചെയ്തിട്ട് ഈ തെറാപ്പികൾ ചെയ്യും. അപ്പം എന്ന് പറഞ്ഞാൽ അതും ഒരു ലോങ് ടേം റിസൾട്ട്, മേ ബി 1 year 2 year ഓർ മോർ ദാൻ ദാറ്റ് അവർ വീണ്ടും സഫർ ചെയ്യാറില്ല. അതേപോലെയാണ് ഡീജനറേഷൻ വരുന്നതും ഡിസ്ക് ബൾജ് വരുന്നതും. നമ്മളിപ്പോൾ അവരുടെ കയ്യിൽ എന്തായാലും എക്സ്റേ, MRI പോലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ക്ലിനിക്കലി എക്സാമിൻ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് കൂടെ അനലൈസ് ചെയ്തിട്ട് ഡിസൈഡ് ചെയ്യും. അപ്പോൾ ആയുട്രീറ്റിൽ എടുത്തു പറയാനാണെങ്കിൽ ഞങ്ങൾ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നത് നമ്മുടെ ട്രാക്ഷൻ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട്സ് കറക്റ്റായിട്ട് സ്റ്റഡി ചെയ്തിട്ട് അതിൽ ട്രാക്ഷൻ അലൗഡ് ആണ് അല്ലെങ്കിൽ ആ കണ്ടീഷൻ നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാക്ഷൻ ചെയ്ത് കറക്ഷൻ ചെയ്യും. അത് നെക്കിനാണെങ്കിലും ബാക്കിനാണെങ്കിലും നീക്കാണെങ്കിലും. എന്നിട്ടാണ് ഈ പറയുന്ന ആയുർവേദിക് തെറാപ്പീസ് ചെയ്യുന്നത്. അതിൽ ഇലക്കിഴിയോ പൊടിക്കിഴിയോ അതുപോലുള്ള പല ടൈപ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് കറക്ഷൻ ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് വരുന്നത്. ആ നീയുടെ കേസിലും ലോവർ ബാക്കിൻ്റെ കേസിലും ഒക്കെ നമ്മളിത് ചെയ്യാറുണ്ട്.